സംസ്ഥാനത്തെ ലോൺ ആപ്പ് തട്ടിപ്പിന്റെ സൂത്രധാരൻ സിംഗപ്പൂർ പൗരൻ കെ മുസ്തഫ കമാൽ എന്ന നിഗമനത്തിൽ ഇഡി. ഇരകളിൽ നിന്ന് തട്ടിയെടുത്ത പണം ഷെൽ കമ്പനികൾ മുഖേന സിംഗപ്പൂരിലെത്തിയതായാണ് കണ്ടെത്തൽ. മുസ്തഫ കമാലിനെ കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം ഊർജിതമാക്കി. ഇന്ത്യയിൽ നിന്ന് തട്ടിപ്പിലൂടെ കണ്ടെത്തിയ 1600 കോടി രൂപയാണ് സിംഗപ്പൂരിലെത്തിച്ചത്. ഇ ഡി അറസ്റ്റ് ചെയ്ത രാജ്യാന്തര വേരുകളുള്ള തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായ 4 തമിഴ്നാട്ടുകാരിൽ നിന്നാണ് നിർണായക വിവരം ലഭിച്ചത്. രാജ്യത്ത് നിന്ന് തട്ടിയെടുത്ത പണത്തിന്റെ 3/4 പങ്കുമെത്തിയത് സിംഗപ്പൂരിലേക്കാണ്. ഇരകളിൽ നിന്ന് തട്ടിയെടുത്ത പണം എത്തിയത് മലയാളികളുടെ പേരുള്ള 300ഓളം വരുന്ന ഡമ്മി അക്കൗണ്ടുകളിൽ. ചൈനീസ് ആപ്പുകൾ ഉപയോഗിച്ച് 1650 കോടിയിലേറെ രൂപ 2 വർഷത്തിനിടെ സംഘം തട്ടിയെടുത്തുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. എല്ലാം ചെയ്തത് മുസ്തഫ കമാലിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി. ചെറിയ തുകയിൽ നിന്ന് പിന്നീട് വലിയ തുകകൾ വായ്പ നൽകി ഭീഷണിപ്പെടുത്തി വൻ തുകകൾ കൈക്കലാക്കുകയാണ് സംഘത്തിന്റെ പതിവ്. വായ്പയെടുത്തവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നും കണ്ടെത്തി. കേരളത്തിലും ഹരിയാനയിലുമടക്കം തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും രജിസ്റ്റർ ചെയ്ത 10 കേസുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് പലരുടെയും മരണത്തിലേക്ക് നയിച്ച ലോൺ ആപ്പ് തട്ടിപ്പിൽ കൂടുതൽ സംഘങ്ങളിലേക്ക് ഇ ഡി അന്വേഷണം നീങ്ങും. 24 കൊച്ചി.